ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങളിതാ റെഡും വൈറ്റൊക്കെ ഇട്ടാണ് ഇന്ന് ചുമ്മാ എടുത്തിട്ടതാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് അമ്മ അവിടെ എന്തോ ഫോണിലൊക്കെ എന്തോ കളികളൊക്കെ ആയിരുന്നു, വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ ചെറുതായിട്ട് ഫോണൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മമ്മി അച്ചാറിടാൻ പോകാം കേട്ടോ. നെല്ലിക്ക അച്ചാറാണ് ഇടുന്നത്. അപ്പോൾ മമ്മി ഇതാ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്ത് അങ്ങനെ തീർക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇപ്പോൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തേക്ക് ഇതാ കടുക് ഇട്ട് കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു. പിന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ടു കേട്ടോ. അപ്പം നല്ല തിളച്ച എണ്ണയിലേക്കാണല്ലോ നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് മമ്മി വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചേർത്ത് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് വഴട്ടിയെടുക്കുക. ഒരുപാട് വഴണ്ട് കിട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അച്ചാറിടാൻ അറിയുന്നതാണല്ലോ അല്ലേ. അപ്പോൾ പിന്നെ മമ്മി അച്ചാറിട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഇതാ മമ്മി ഈ ഒരു ബൗളിൽ അച്ചാർ പൊടി ഇട്ടു. പിന്നെ കാശ്മീരി ചില്ലിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം തീയൊക്കെ നമ്മൾ തീ കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊരു കുറച്ച് നേരം ആ എണ്ണയ്ക്കകത്ത് എല്ലാം കൂടെ അത് നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മളിവിടെ വെള്ളമോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ അത് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി അത് ഒന്ന് തിളച്ച് റെഡി ആയപ്പോഴത്തേക്കും മമ്മി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ നെല്ലിക്കകത്ത് ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല, വേറൊരു സാധനത്തിൽ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതാ വിനാഗിരിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ നെല്ലിക്ക എടുക്കുന്ന കണക്കനുസരിച്ച് വേണം എല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വിനാഗിരി അല്ലാതെ നമ്മൾ വെള്ളമോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ. അപ്പം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അതും ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മളിതാ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ വേവിച്ചെടുക്കില്ലേ നെല്ലിക്ക, വെള്ളത്തിൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത് അതുപോലെ എടുത്ത് അതിങ്ങനെ കുരുമാറ്റി ഇങ്ങനെ അടർത്തി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് അത് നന്നായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്ന് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിനാഗിരിയുടെ ഒരു കുറവുള്ളത് കൊണ്ട് കുറച്ചും കൂടെ വിനാഗിരി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതാ ഏകദേശം അച്ചാർ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പം നമ്മളിത് എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മമ്മി ഇവിടെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലാ അച്ചാറിലും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം അതിൻ്റെ എരിവും ഉപ്പും ആ പുളിയെല്ലാം കൂടെ പഞ്ചസാര അങ്ങ് ഇട്ട് കഴിയുമ്പോൾ അത് നന്നായിട്ട് അങ്ങ് ബാലൻസ് ആയിട്ടിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അങ്ങനെ പഞ്ചസാരയുടെ അങ്ങനത്തെ മധുരമൊന്നും അങ്ങനെ എടുത്തൊന്നും അറിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ അച്ചാറൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കേടായി പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിയുമ്പം എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, ഒരുപാട് നാൾ കേടാകാതിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പം എല്ലാവർക്കും ലീവൊക്കെ ആണല്ലോ, വെറുതെ ഇരിക്കുമല്ലേ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. റോഡിലാണെങ്കിലും വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം ഞാനും അമ്മും പിന്നെ അനിയത്തി അവളും മാത്രമേ, ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ വെറുതെ, പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, നമ്മുടെ വീടിൻ്റെ അടുത്തോടെയൊക്കെ ചുമ്മാ അതിലേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് കണ്ടോ, ഇവിടെയൊന്നും ആരും ഇല്ല കേട്ടോ. സത്യത്തിൽ എല്ലാവരും വെക്കേഷൻ മോഡിലാണ്. എല്ലാവരും ഓരോ സ്ഥലത്തോടെ പോയി. കുറച്ച് പേര് വീട്ടിലുണ്ട്. അങ്ങനെ എല്ലാവരും വീട്ടിലിരിക്കുന്നു, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളും കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്കും ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ സിനിമയാണെങ്കിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. വന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടു. പിന്നെയുള്ളത് ഇപ്പോഴൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് തിയേറ്റർ റിലീസൊക്കെയാണ്, ഇപ്പോൾ പുതിയ പടങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതൊന്നും പോയി കാണാനുള്ളൊരു അങ്ങനെ ഒരു സമയവും കിട്ടിയില്ല കേട്ടോ. അപ്പം കുറച്ച് നേരം അവിടെ TV കണ്ടിരുന്നു. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ വെറുതെ നമ്മുടെ വീടിൻ്റെ അതിലെയൊക്കെ ഒന്ന് കറങ്ങി ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലേക്ക് കയറാനായിട്ട് അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറുന്നതിന് മുമ്പേ എന്താ പറയുക, ബേക്കറിയിലൊന്ന് കയറാമെന്ന് വിചാരിച്ച് നവ്യയിൽ കയറി. കുറച്ചല്ല, ഒരു കേക്കും കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു കേക്കും മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ അത് വന്നൊരു നവ്യാട്ടോ. ഇവിടെ വേറെ ഉണ്ട്, പക്ഷേ നമുക്ക് ഇവിടെ ഏരിയയിലില്ലായിരുന്നു. അപ്പോൾ ഇവരിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ പ്രോഡക്റ്റും നല്ല കേട്ടോ. കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടുന്ന് തന്നെ ആയിരുന്നു കേക്ക് മേടിച്ചത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ മേടിച്ച് ഞങ്ങളിതാ വീട്ടിലെത്തി. അപ്പോൾ ഇതാ അമ്മൂതും പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മൂൻ്റെ കൈയുടെ അവിടെ പൊള്ളിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ ഇപ്പോഴും തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് സെറ്റായിട്ടുണ്ട്, വലിയ കാര്യമായിട്ട് ആയിട്ടില്ല. കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും ഭയങ്കര വേദനയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് തന്നെ വലിയ ഭാഗ്യം. അല്ലെങ്കിൽ അമ്മ ഇവിടെ കാറി പൊളിച്ചേനെ. അപ്പോൾ അത്
പൊള്ളിയപ്പോൾ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ പൈപ്പിൻ്റെ ചോട്ടി വെച്ച് നന്നായിട്ട് കഴുകിയായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കഴിച്ചു. അതിൻ്റെ കൂടെ ഞങ്ങൾ ചുമ്മാ സിനിമയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് ടി വി ഒക്കെ ഓണാക്കി വെച്ച് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അങ്ങനെ ഒരു ദിവസം തീർന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്